ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഋത്വിക പാർക്കുട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല ചൂടാണ് അല്ലേ? അപ്പം നമുക്ക് ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് സർബത്ത് ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഇതാ കുറച്ച്, അധികമൊന്നുമില്ല, നന്നായി വേര് കിട്ടിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയപ്പോൾ അന്ന് വേലയ്ക്ക് പോയപ്പോൾ അമ്മ തന്നതാണ് കേട്ടോ. അവിടെ പുഴൻ്റെ അവിടെ നല്ല വേരുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് വലിച്ചിട്ട് വന്ന വേര്, ഒറിജിനൽ വേരാണ്. കാണുമ്പോൾ കുറച്ചുണ്ടെങ്കിലും അതിൻ്റെ മണം ഭയങ്കര മണമാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെയും വെച്ച് നല്ല മണവും അതേപോലെ നല്ല കട്ടിയുണ്ട്. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൽ മണം ഉണ്ടാവും, എന്നാലും നമ്മൾ ഒറിജിനൽ കിട്ടുന്ന പോലെയല്ലല്ലോ. അപ്പോൾ വേരൊക്കെ നന്നായി ഞാൻ കഴുകിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, കുതിരാൻ വേണ്ടി. കുറച്ച് നേരം ഞാൻ കുത്തിപ്പൊടിച്ചിട്ടില്ല, കുത്തിപ്പൊടിക്കണേ അങ്ങനെ പൊടിച്ചിട്ട് വെള്ളത്തിലിട്ടാലും മതി. ഞാൻ ഡയറക്റ്റായിട്ട് നേരെ കഴുകിയും കൊണ്ട് കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായി കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം ഇട്ടു കുതിരാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് പഞ്ചസാര പാവ് നമുക്ക് കാച്ചിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പിൽ ഉരുളി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാത്രം വെച്ച് ഒരു ഗ്ലാസ്സോളം പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് ചൂടാക്കി എടുക്കാം. കളർ മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. കരിയാതെ നോക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്മെല്ല് വരും. അപ്പം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം ഇത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ പാത്രം ആയതുകൊണ്ട് വേഗം ആവുന്നുണ്ട്. വേഗം കളർ ഇപ്പം തന്നെ ലേശം കളർ ചേഞ്ച് വരാൻ തുടങ്ങി. വേഗം പെട്ടെന്നായിട്ടാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സർബത്ത്, നാരങ്ങ വെള്ളം, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചൂടുമല്ലേ, അവർക്ക് ഭക്ഷണമൊന്നും വേണമെന്നില്ല. ചോറിനാൻ പറഞ്ഞാൽ എനിക്ക് നാരങ്ങ വെള്ളം മതി, അല്ലെങ്കിൽ സർബത്ത് കലക്കി തന്നാൽ മതി പറഞ്ഞിട്ട് വാശി പിടിക്കും. അപ്പോൾ ഇത് വേര് കിട്ടിയപ്പോൾ നമുക്ക് കാച്ചി കുപ്പിയിലാക്കി വെച്ച കുട്ടികൾക്ക് പിന്നെ വേണം പറയുമ്പോൾ ചൂട് സമയമല്ലേ, കുറച്ച് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി ഞാൻ വേര് കലക്കാൻ നിന്നത് കേട്ടോ. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അമ്മ കാച്ചി തരുമോ, നന്നാരി കാച്ചി തരുമോ എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസമായി പറയണേ. അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടോ. പിന്നേന്ന് പറഞ്ഞാൽ മടിക്കും. ഒരു ഉച്ചയായി കഴിഞ്ഞാൽ പിന്നെ ഒരു 11 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു വെയിലൊക്കെ ചൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മടി വരും. അപ്പം രാവിലെ ചോറും കറിയൊക്കെ ആയതും അടുപ്പ് തീയുണ്ടല്ലോ, തീ നന്നായി കത്തുന്ന കണ്ടപ്പോൾ ആ സമയത്ത് തന്നെ വേഗം ഒന്ന് ചെയ്യാൻ നിന്നു. കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട്, നന്നായി മെൽട്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായി ലൂസായി വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി. അപ്പോൾ ഇത് കാച്ചാൻ നമുക്ക് വേണ്ടത് എന്താണ് പറഞ്ഞാൽ പഞ്ചസാര, അതേപോലെ വേര്, നന്നാരി വേര്, നാരങ്ങ, അതേപോലെ 2-3 ഏലക്ക നന്നാരി വേരിട്ട് വെച്ച വെള്ളം, അതുപോലെ തന്നെ ഏലക്കായി, പഞ്ചസാര, ഇത് 3 ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, സ്കിപ്പ് ചെയ്താണ്. കാരണം പാറുക്കുട്ടി ഇടയിൽ കൂടെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഭാഗം ഒന്ന് കുറച്ച് സ്കിപ്പ് ചെയ്ത് പോയിട്ടോ. അപ്പം ഞാൻ അതുകൊണ്ടാണ്. അപ്പോൾ നന്നായി കളർ മാറിയ ശേഷം ആ വെള്ളം, വേരിട്ട വെള്ളം ഞാൻ 1 ലിറ്ററോളം 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഏലക്കായും കൂടി നന്നായി തിളപ്പിച്ചെടുത്ത് നന്നായി വറ്റുന്നവരെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഒറ്റ നൂൽ പരുവാവുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. അതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചിട്ട് ഒരു നാരങ്ങ അതിലോട്ട് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. 1 നാരങ്ങ നീര് മതി. അതൊഴിച്ചതിന് ശേഷം നമുക്ക് ഇത് ആറിയ ശേഷം നമുക്കിതൊരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് എടുത്തിട്ട് വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ സാധാ വെച്ചാലും മതി, കുഴപ്പമില്ല, കേടൊന്നും വരില്ല. നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ലേശം ഒഴിച്ച് വെള്ളവും ചേർത്ത് അതുപോലെ തന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചും കൊണ്ട് കലക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, സർബത്തിൻ്റെ വീഡിയോ ആണ്.
അപ്പോൾ ഇതിനെയും വെച്ച് നന്നായി കാച്ചിന് സർവത്ത് കാച്ചിനവരുണ്ടാവും. അപ്പോൾ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. ഈ രീതിയിലല്ല, ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ സർവത്ത് കാച്ച് അറിയുന്നവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരിക കേട്ടോ. അപ്പം ഞാൻ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. എനിക്ക് ഇങ്ങനെ കാച്ചാനറിയുള്ളൂ. എനിക്ക് ഈ രീതിയാണ് വേഗം എളുപ്പമായി തോന്നിയത്. പക്ഷെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ ഇതാ കാച്ചി ആറിയ ശേഷം ഞാനിതാ ഈ കുപ്പിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയും സർവത്ത് കിട്ടി. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.